ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശന സൌകര്യം ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ദേവസ്വവും പോലീസുമായി മികച്ച ഏകോപനം ഉണ്ടാകുമെന്നും പി.എസ്. പ്രശാന്ത് പറഞ്ഞു. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് എല്ലാ സൌകര്യങ്ങളും ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. രാത്രി 10:30 ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം പഴയ മേൽശാന്തി പടിയിറങ്ങി ഇല്ലത്തേക്ക് പോകും. വൃശ്ചികം 1 രാവിലെ കൃത്യം 3 മണിക്ക് തന്നെ നട തുറക്കും. 3 മണിക്കാണ് നട തുറക്കുന്നത്. 1 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും. രാത്രി 11 മണി വരെ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 18 മണിക്കൂറാണ് ഇന്ന് ഒരു ദിവസത്തെ ദർശനം സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ബഹുമാനായ തന്ത്രി കണ്ഠര് രാജീവരും മേൽശാന്തിമാരുമൊക്കെ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് അംഗീകരിച്ചു. അവരോട് നന്ദി പറയുന്നു. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. അതുകൊണ്ട് തന്നെയാണ് 18 മണിക്കൂർ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യം, വെർച്വൽ ക്യൂ ഇപ്പം നിയന്ത്രിക്കും, കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഒരു മാധ്യമങ്ങളിൽ തന്നെ നല്ല പ്രചരണം കൊടുത്തതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ പോസിറ്റീവായി എടുത്തു. വരുന്നൊരു 10-15 ദിവസം നിറഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ. പക്ഷേ വെർച്വൽ ക്യൂ നിറഞ്ഞു പോയാലും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി അത് ഫോട്ടോ എടുക്കുകയും ആധാറിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുവരണം. ആധാർ വാലിഡേഷനോടുകൂടി എങ്ങനെയാണോ വെർച്വൽ ക്യൂവിൽ ആധികാരികത വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ തത്സമയ ബുക്കിംഗിലും. അപ്പോൾ മാലയിട്ടിവിടെ വരുന്ന ഭക്തൻ ഭഗവാന്റെ ദർശനം കിട്ടാതെ തിരിച്ചു പോകില്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. അത് സർക്കാരും ഞങ്ങളുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.